എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 85 ശ്ലോകം 39 മുതല് 46 വരെ 8 ശ്ലോകങ്ങൾ. സുതലത്തില് ഇതാ രാമകൃഷ്ണന്മാര് അവിടെ പ്രവേശിച്ചപ്പോ മഹാബലി വളരെ ഭക്തി ആദരങ്ങളോടുകൂടി ഭഗവാനെ സ്വീകരിച്ചിരുത്തി അർഘ്യ പൂജാദികളൊക്കെ ചെയ്ത് സ്തുതിക്കുകയാണ്. ശ്രീബലി ഉവാച ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ നന്ദായ ബൃഹദേ നമഃ കൃഷ്ണായ വേധസേ സാംഖ്യയോഗവിദാനായ ബ്രഹ്മണേ പരമാത്മനേ. അവന് പറയുന്നു, ആ പടത്തിന്റെ ആ മധ്യഭാഗത്ത് തന്നെ ഈ ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കുന്ന മഹാമൂർത്തിയായ ആദിശേഷന്റെ അവതാരഭൂതനായ നിന്തിരുവടിക്ക് നമസ്കാരം. ഈ ലോകത്തെ മുഴുവനും കുക്ഷിയിൽ ധരിച്ചും നിയമിച്ചും കൊണ്ടിരിക്കുന്ന ആനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ജ്ഞാനയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം എന്നീ യോഗങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്ന പരമാത്മസ്വരൂപനായ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാപം ചാപ്യ ദുർലഭം രജസ്തമസ്വഭാവാനാം എന്ന പ്രാപ്തൗ യദൃച്ഛയാ. നിങ്ങളുടെ ദർശനം പ്രാണികൾക്ക് കിട്ടാൻ കഴിയാത്തതാണെങ്കിലും ചിലപ്പോ ചിലർക്ക് നിങ്ങളുടെ കാരുണ്യ നിമിത്തം അത് സുലഭമായിട്ട് ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സത്വഗുണം നിറഞ്ഞിരിക്കുന്ന യോഗീശ്വരന്മാർക്ക് കൂടി ദുർലഭമായ ആ ദർശനം രജസ്തമ സ്വഭാവരായ ഞങ്ങൾക്ക് സുലഭമാക്കി തീർക്കാനായി യദൃച്ഛയാ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നുവല്ലോ. ഭാഗ്യം. ദൈത്യദാനവഗന്ധർവാഹ സിദ്ധവിദ്യാത്രചാരണാ യക്ഷരക്ഷപിശാചാശ്ച ഭൂതപ്രമഥനായകാഃ വിശുദ്ധസത്വധാമ്യർത്ഥ ത്വയി ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേ വയം ചാന്യേ ച താദൃശ. സ്വതേ വൈരികളായ ഞങ്ങള് സാത്വിക ഭക്തന്മാരെക്കാളും ഭാഗ്യമുള്ളവരായി ഭവിച്ചിരിക്കണം. എന്തൊരു ഭാഗ്യ ഞങ്ങൾക്ക്. ദൈത്യന്മാര്, ദാനവന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, രക്ഷസുകള്, പിശാചക്കള്, ഭൂതങ്ങള്, പ്രമഥഗണാധിപന്മാര്, ഞങ്ങള്, അതുപോലെയുള്ള മറ്റുള്ളവര്, ഇവരെല്ലാം ശുദ്ധ സത്വസ്വരൂപനായി ശാസ്ത്രസ്വരൂപനായ നിന്തിരുവടിയിൽ നിത്യവൈരമുള്ളവരാണ്. കേചനോൽബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമത ന തഥാ സത്വസംരബ്ധാഃ സന്നികൃഷ്ടാ സുരാദയ. ശിശുപാലൻ മുതലായ ചിലര് വൈരം നിമിത്തമുണ്ടായ വിചാരം കൊണ്ടും ഗോപസ്ത്രീകൾ മുതലായവര് കാമനിമിത്തമുള്ള അനുരാഗം കൊണ്ടും ഏതുവിധം നിന്തിരുവടിയുടെ സ്വരൂപത്തെ പ്രാപിച്ചുവോ സത്വഗുണപ്രധാനന്മാരായ ദേവന്മാർക്കു കൂടി ആ വിധം ഭാഗ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഗുണം കൊണ്ടല്ല അങ്ങയെ പ്രാപിക്കുന്നത്, സന്തത വിചാരശീലം കൊണ്ടാണെന്ന് തെളിയുന്നു. പ്രേമനിമിത്തവും വൈരം നിമിത്തവും കാമനിമിത്തവും നിന്തിരുവടിയെ ചിന്തിക്കുന്നവരിൽ വെച്ച് വൈരം നിമിത്തവും കാമനിമിത്തവും ഉണ്ടാവുന്ന വിചാരം വളരെ ശക്തമായിരിക്കുന്നതിനാൽ തന്നെ അവർക്ക് അധികം വേഗത്തിൽ അങ്ങയുടെ സമീപസ്ഥിതി സിദ്ധിക്കുന്നു. അതാണ് ബലി പറഞ്ഞതിന്റെ സാരം. ഇതമിത്തമിതി പ്രായ തവ യോഗേശ്വരേശ്വര ന വിദന്ത്യ വിയോഗേശ യോഗമായാം കുതോ വയം. ഹേ യോഗേശ്വരേശ്വര, നിന്തിരുവടിയുടെ മായയെ യോഗേശ്വരന്മാര് കൂടി ഇന്ന വിധമാണെന്ന് നിശ്ചിതമായിട്ട് അറിയണില്ല. പിന്നെ ഞങ്ങളെങ്ങനെ അറിയാം? തന്ന പ്രസീദ നിരപേക്ഷ വിമൃഗ്യ യുഷ്മൽ പാദാരവിന്ദധിഷണാന്യ ഗൃഹാന്തകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാംഘ്രുപലബ്ധവൃത്തി ശാന്തോ യഥൈകൗത സർവസഖൈശ്ചരാമി. ദേശഭക്തിയും മുക്തിഹേതു തന്നെ എങ്കിലും ഞങ്ങളെ
സാത്വിക ഭക്തന്മാരാക്കി തീർക്കാൻ കരുണയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അവര്. ഹേ ഭഗവൻ, ഇഹലോകത്തിലോ പരലോകത്തിലോ ഉള്ള യാതൊരു സുഖങ്ങളെയും കാക്ഷിക്കാതെ ആത്മാരാമന്മാരായിരിക്കുന്ന യോഗീശ്വരന്മാരെ അന്വേഷിക്കുന്ന ഇന്ദിരവടിയുടെ പാദപത്മത്തെ ആശ്രയിക്കുന്നവരായി ഞങ്ങൾ ഭവിക്കണം. അതിൽ നിന്ന് അന്യമായ ഗൃഹാദികള് കേവല ദുഃഖങ്ങൾക്ക് മാത്രം കാരണമാകയാൽ വെള്ളമില്ലാത്ത കിണറിന് തുല്യമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങള് ആ ഗൃഹാദികളിൽ ആസക്തിയില്ലാത്തവരായി അവിടെ ഉപേക്ഷിച്ച് ആശ്രയിക്കുന്ന എല്ലാ പ്രാണിവർഗത്തിനും വിശ്രമിക്കാൻ നിഴലും ചുത്തും ദാഹവും ശമിക്കാൻ ഫലപക്വാദികളാകുന്ന ആഹാരദ്രവ്യങ്ങളും കൊഴിഞ്ഞു വീഴുന്ന ഇലകളാകുന്ന ശയ്യകളും കൊടുത്ത് സകലരെയും ഭേദം കൂടാതെ രക്ഷിക്കുന്ന മഹാദാനശീലങ്ങളായ വൃക്ഷാദികളുടെ ചുവട്ടിൽ ചെന്നിരുന്ന് അവയിൽ നിന്ന് സിദ്ധിക്കുന്ന പദാർത്ഥങ്ങളാൽ ദിവസവൃത്തി കഴിക്കുന്നവരും അന്യ സംസർഗമില്ലാത്തവരും ശാന്തന്മാരുമായി ഏകാഗികളായി സഞ്ചരിക്കാൻ തക്ക വിധം ഞങ്ങളെ നിന്തിരുവടി അനുഗ്രഹിക്കണമേ. അല്ലെങ്കിൽ സകല പ്രാണിവർഗത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന മഹാന്മാരായ പരമഹംസന്മാരുടെ സ്നേഹത്തിനു പാത്രമായി അവരോടുകൂടി ചേർന്ന് സഞ്ചരിക്കാൻ സാധിക്കത്തക്ക വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എത്ര നല്ല പ്രാർത്ഥനയല്ലേ. ശാധ്യസ്വാനീശിതവേശ നിഷ്പാപാൻ കുരുന പ്രഭോ പുമാന്യൽ ശ്രദ്ധയാദിഷ്ഠൻ ചോദനായ വിമുച്യത്തെ. പരമശാന്തി രൂപമായ ഈ ആനന്ദാനുഭവം പുണ്യവാന്മാർക്കല്ലാതെ സാധിക്കുമോ? അല്പപുണ്യന്മാരായ നിങ്ങൾക്ക് ഇത് എങ്ങനെയാ കിട്ടുക എന്നൊന്നും അങ്ങ് വിചാരിക്കരുതേ. ഹേ പ്രഭു, പുണ്യപാപ കർമ്മങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്ന സകല ജീവന്മാരെയും വേണ്ട വിധം ശാസിച്ച് സന്മാർഗത്തിൽ സഞ്ചരിപ്പിക്കാൻ ശക്തനായ മഹേശ്വര, ഏത് വിധമായാൽ ഞങ്ങൾ പാപരഹിതന്മാരായി ഭവിക്കുമോ ആ വിധം നിന്തിരുവടി ഞങ്ങളെ ശാസിക്കണമേ. പുണ്യപാപങ്ങള് വിധി നിഷേധ കർമ്മങ്ങൾക്ക് അധീനങ്ങളാവണം. വിധി നിഷേധ രൂപങ്ങളായ വേദവാക്യങ്ങളെ ആദരിക്കാൻ അവിടുത്തെ ഭക്തിയില്ലാത്ത ആളുകൾക്ക് സാധിക്കില്ല. എല്ലാ കർമ്മങ്ങളെയും നിന്തിരുവടിയുടെ പരമപ്രീതിക്കായി സമർപ്പിക്കുന്ന ഭക്തന്മാരായാൽ പിന്നെ അവര് വിധി നിഷേധ കർമ്മങ്ങൾ നോക്കി നടക്കാൻ നിർബന്ധിക്കപ്പെടുന്നവരല്ല. അവരെ പുണ്യപാപങ്ങൾ ബാധിക്കില്ല. അതുകൊണ്ട് ഹേ മഹാപ്രഭു, ഞങ്ങള് ഏതു വിധമായാൽ നിന്തിരുവടിയെ മാത്രം ആശ്രയിച്ച് സകല കർമ്മങ്ങളെയും അങ്ങയ്ക്കായി സമർപ്പിച്ച് വിധി നിഷേധ രൂപങ്ങളായ വേദവാക്യങ്ങളുടെ പ്രേരണയിൽ നിന്ന് വിട്ടൊഴിഞ്ഞവരായി ഭവിക്കുമോ ആ വിധം ഞങ്ങളെ ശാസിക്കണമേ. യഥാർത്ഥ ഭക്തൻ വിധി കിങ്കരനല്ല. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഒന്നിനെയും അവൻ കാണുന്നില്ല. നന്മ, തിന്മ, പുണ്യം, പാപം ഇത്യാദി ദ്വൈത ദൃഷ്ടിയില്ലാത്തതിനാൽ അദ്വിതീയ ബ്രഹ്മസ്വരൂപനായ അവൻ ലോകത്തിൽ നിന്ന് വിട്ടവനാകുന്നു. ലോകമര്യാദ നിലനിർത്താനുള്ള വേദവാക്യങ്ങൾ ലോകാതീതനെ ബന്ധിക്കുന്നില്ല. അതാണ് മഹാബലി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ദാ ഭഗവാൻ മറുപടി പറയണു മഹാബലിയോട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.